ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നെ ഫേമസ് ആവാനാ? അല്ല. എത്ര ആൾക്കാർ കാണുമെന്ന് അറിയോ? ഒറ്റ ഫോളോയിങ് കിട്ടണ്ടേ? വെറുതെ ടൈം പാസിനായിട്ട് ഇട്ട പോലെയാണല്ലോ. നാല് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടിന്റെ പേരിൽ ഒരു താങ്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഞാൻ കേട്ടിരുന്നു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ. കാരണം ഞാൻ കയ്യിൽ പിടിച്ചോളാം ചേട്ടാ. ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. കാണാടാ പുല്ലേ. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മള് ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. അതാടാ ചങ്കൂറ്റം. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല അതില്. വിടാതെ പിന്തുടരുകയാണ് സംഘപരിവാർ. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ. ഞാൻ അവർക്കും എടുക്കുമ്പോ അവർ പൊക്കോളും. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പൊ അവരും എടുക്കുമ്പോ അവർ പൊക്കോളും. കുഴപ്പമില്ല. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ശരി മാഷ, അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല. അത് ചെയ്തിരിക്കും. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഫുൾ സപ്പോർട്ട്.